അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈലി ഫഗലബത്ഹു ഐനാഹു ഹത്താ അസ്ബഹ കുത്തിബ ലഹു മാ നവ വകാന നൗമുഹു സദഖതൻ അലൈഹി മിർ റബ്ബിഹി അസ്സ വജല്ല. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു, അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നിശാ നമസ്കാരം തഹജ്ജുദ് നമസ്കരിക്കാൻ ആത്മാർത്ഥമായി ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തെ അതിജയിക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും അങ്ങനെ സുബഹി ആവുകയും ചെയ്താൽ എന്താണോ അദ്ദേഹം ലക്ഷ്യം വെച്ചത് അത് അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടും, അഥവാ നിശാ നമസ്കാരത്തിൻ്റെ കൂലി ലഭിക്കും. അദ്ദേഹത്തിന് കിട്ടിയ ഉറക്കമാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ സ്വതക്കയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ ഏറ്റവും ശക്തമായ നിഷ്കളങ്കമായ നിയ്യത്തിന് പ്രതിഫലമുണ്ട് എന്ന് വ്യത്യസ്ത രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഇത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ നിശാ നമസ്കാരത്തെക്കുറിച്ച് ഉറക്കമുണർന്ന് സുബഹി നമസ്കാരത്തിന് മുമ്പ് പുലർച്ചെ നിർവഹിക്കുന്ന തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. കിടക്കാൻ പോകുന്ന സമയത്ത് ആത്മാർത്ഥമായി ഉദ്ദേശിച്ചു, ആഗ്രഹിച്ചു രാത്രി ഉണരണം, തഹജ്ജുദ് നമസ്കരിക്കണം. പക്ഷേ ഉറക്കം നിയന്ത്രിക്കാൻ പറ്റാതെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും സുബഹിക്ക് മാത്രമേ ഉണരുകയും ചെയ്തുള്ളൂ. സത്യത്തിൽ തഹജ്ജുദിൻ്റെ സമയം കഴിഞ്ഞു, ഫർദ് നമസ്കാരത്തിൻ്റെ സമയമായി. അദ്ദേഹത്തിന് ആ തഹജ്ജുദ് എന്ന അതിശ്രേഷ്ഠമായ നമസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, നിയ്യത്ത് ചെയ്തു എന്നതിൻ്റെ പേരിൽ ആ തഹജ്ജുദിൻ്റെ പ്രതിഫലം ആ മനുഷ്യന് രേഖപ്പെടുത്തപ്പെടുന്നു എന്നും ആ ഉറക്കമാവട്ടെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദാനമായി സദഖയായി ലഭിക്കുന്നു എന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഇമാം നസായി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ചേർത്തിയ ഒരു ഹദീസ് ഇങ്ങനെയാണ്: മൻ കാനത്ത് ലഹു സ്വലാത്തുൻ സ്വല്ലഹാ മിനൽ ലൈലി ഫനാമ അൻഹാ കാന ദാലിക സദഖത്തൻ തസദ്ദഖല്ലാഹു അസ്സ വജല്ല അലൈഹി വകതബ ലഹു അജ്റ സ്വലാത്തിഹി. രാത്രി സാധാരണ നമസ്കരിക്കുന്ന നിശാ നമസ്കാരം തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയാൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു ദാനമാണ് ആ ഉറക്കം. നമസ്കാരത്തിൻ്റെ പ്രതിഫലമാകട്ടെ അയാളുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസും അബൂദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസും ഒരേ ആശയമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായ നിയ്യത്തുണ്ടെങ്കിൽ, അതിന് മനസ്സ് പാകപ്പെടുകയും പൂർണ്ണമായ തീരുമാനത്തോടുകൂടി കിടന്നിറങ്ങുകയും ചെയ്താൽ തഹജ്ജുദ് നമസ്കാരം എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ പോലും നിയ്യത്തിൻ്റെ ഫളല്, നിയ്യത്തിൻ്റെ ഇഖ്ലാസ് കാരണം പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കുമെന്ന സമ്മോഹനമായ വാഗ്ദാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നത്. വെറുതെ ഒരാഗ്രഹമല്ല, വളരെ ആത്മാർത്ഥമായ നിയ്യത്ത്, വളരെ ആത്മാർത്ഥമായ ഉദ്ദേശം. അങ്ങനെ ഉണർന്നെഴുന്നേൽക്കണം എന്ന നല്ല ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കിടന്നിറങ്ങുന്നത്. സാധാരണ ഉണർന്നെഴുന്നേൽക്കാറുമുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കാറുമുണ്ട്. എന്നാൽ ഒരിക്കൽ ഉറക്കത്തിൽപ്പെട്ടു പോയാൽ ആ ഉറക്കം സദഖയായി മാറുകയും തഹജ്ജുദിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. കാരണം സ്ഥിരമായി ചെയ്യുന്ന ഒരു പുണ്യം എന്ന നിലക്ക് അള്ളാഹു അതിനെ പരിഗണിക്കുകയും ആ ഉറക്കം കാരണം അതിൻ്റെ പ്രതിഫലം അള്ളാഹു തടയാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ മഹലായ കാരുണ്യം കൊണ്ട് ഇങ്ങനൊരു പ്രതിഫലം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഇത്തരം സൽക്കർമ്മങ്ങൾ ശീലമാക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.